അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മക്കായിൽ നിന്ന് വന്ന മുഹാജിറുകളായ സഹാബിമാരുടെയും ജീവിതം വീണ്ടും ഭീഷണിയുടെയും ഭീതിയുടെയും മുമ്പിലെത്തിയ അനുഭവം നാം കണ്ടു, നാം കേട്ടു. ഇത്തരമൊരു സാഹചര്യത്തെ അള്ളാഹു ആ ജനതയുടെ പ്രാർത്ഥനയായി ഏറ്റെടുക്കുകയായിരുന്നു. അതിൻ്റെ ഫലമെന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പ്രതികരിക്കുവാൻ, പ്രതിരോധിക്കുവാൻ ആവശ്യപ്പെടുകയും അതിനാവശ്യമായ അനുമതി നൽകുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. സൂറത്തുൽ ഹജ്ജിലെ 39-ാമത്തെ ആയത്താണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ജനതയോടും അള്ളാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ആക്രമിക്കപ്പെട്ടു. 1-2 വർഷമല്ല, ദീർഘമായ 13 വർഷം. ആ 13 വർഷവും സഹനത്തിൻ്റേതായിരുന്നു. ഇപ്പോൾ മക്കായിൽ നിന്ന് മദീനായിൽ എത്തിയതിന് ശേഷം 1 വർഷത്തിലധികം സമയമായി. ഇത്രയും ദീർഘമായ കാലം യാതൊരു ന്യായവുമില്ലാതെ നിങ്ങൾ വേട്ടയാടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവസരം നൽകാതിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളോടുള്ള അനീതിയാണ്. ആയതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ മുമ്പ് അവരോട് പറഞ്ഞിട്ടുള്ളത് 1-2 ആയത്തുകളിലല്ല, വ്യക്തമായും സൂചനയായും അള്ളാഹു ഏതാണ്ട് 40ഓളം പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ തിരിച്ചടിക്കരുത്. ആരെന്ത് നിങ്ങൾക്കെതിരെ ചെയ്താലും അതിനെ ഒരിക്കലും നിങ്ങൾ എതിർക്കരുത്. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സഹനം കൈക്കൊള്ളുക. ഇതായിരുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഉപദേശവും നിർദ്ദേശവും. അതുകൊണ്ട് തന്നെ ഇന്നുവരെ ജീവിതത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ രംഗങ്ങളിലൂടെ കടന്നു പോന്നിട്ടും ഒരാളും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരാളും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരാളും തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഇനിയും അതിന് അനുമതി നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്യായമാണ്, സത്യം പറഞ്ഞാൽ. ആയതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തിനെ പ്രതിരോധിക്കാനുള്ള അനുമതി ലഭിച്ചതോടുകൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാഷ്ട്രീയ നീക്കമാണ്. വലിയ നയതന്ത്രമായിരുന്നു നബി പുലർത്തിയെന്നത്. നബിയുടെ ജീവിതത്തിൽ നബി എടുത്ത എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും പ്രത്യേകത, അവ ഓരോന്നും ഏത് കാലത്തും ഏറ്റവും പ്രസക്തമായിരുന്നു എന്നുള്ളതാണ്. പഴുതടച്ച രൂപത്തിലും രീതിയിലുമായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം ചെയ്തിരുന്നത്. യുദ്ധത്തിനുള്ള അനുമതി ലഭിച്ചതോടുകൂടെ തൻ്റെ അനുയായികളെ ഒന്നടങ്കം ആയുധം നൽകി തുറന്നു വിട്ടുകൊണ്ട് ഒരു വലിയ വെല്ലുവിളിക്ക് കരം സൃഷ്ടിക്കുകയായിരുന്നില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. അത് ബുദ്ധിയല്ല, അത് ബുദ്ധിയാവുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീക്കം വളരെ മനോഹരമായിരുന്നു. അതിലേറ്റവും ആദ്യമായി നബി ചെയ്തത്, സത്യത്തിൽ മക്കായിലെ മുശ്രിക്കീങ്ങളെ പ്രതിരോധിക്കുക എന്നതാണല്ലോ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ നിലവിൽ ഉള്ള വിഷയം. അതിനുള്ള മാർഗത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു. അല്ലാതെ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തുകയല്ല നബി ചെയ്തത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. മക്കായിൽ നിന്നുള്ള മുശ്രിക്കീങ്ങളാണ് ശല്യം ചെയ്യുന്നത്, അവരെയാണ് പ്രതിരോധിക്കേണ്ടത്, അവരോടാണ് തിരിച്ചടിക്കണമെങ്കിൽ തിരിച്ചടിക്കേണ്ടത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ പദ്ധതി തയ്യാറാക്കി. അതിന് വളരെ എളുപ്പമാണ്. മദീനായിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി പ്രധാനമായും അവലംബിക്കാനുള്ളത് ഒരു മാർഗമാണ്. അതായത് മക്കക്കാർക്ക് മദീന വഴിയാണ് ഷാമിലേക്ക് കച്ചവടത്തിന് പോകേണ്ടത്. അത് അവരുടെ വളരെ സജീവമായ ഒരു ട്രേഡ് റൂട്ടാണ്. അവർ യമനിലേക്കും കച്ചവടത്തിന് പോകാറുണ്ട്.
പക്ഷേ ആ കാലഘട്ടത്തിൽ താരതമ്യേന ഏറ്റവും വലിയ മാർക്കറ്റ് സിറിയയിലേത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഷാമിലേക്ക് അവർക്ക് പോകണമെങ്കിൽ തീർച്ചയായും മദീനയുടെ ഓരത്തിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് ആ ട്രേഡ് റൂട്ടിൽ കൈവെക്കുക. എന്നാൽ ഖുറൈശികളെ, മക്കായിലെ മുശ്രിക്കീങ്ങളെ നിലക്ക് നിർത്താൻ കഴിയും എന്ന് കണ്ടെത്തി എന്നതാണ് നബിയുടെ ഈ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.